നമസ്കാരം. മൂവാറ്റുപുഴയിലെ വാർത്തകളും വിശദാംശങ്ങളുമായി ന്യൂസ് 88 ആരംഭിക്കുന്നു. നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ. ഡംപിംഗ് യാർഡിൽ ഓണാഘോഷം നടത്താൻ മൂവാറ്റുപുഴ നഗരസഭ തീരുമാനത്തിനെതിരെ പ്രതിഷേധം രേഖപ്പെടുത്തി പ്രതിപക്ഷം. പരാതി നൽകി കൗൺസിലർ KG അനിൽകുമാർ. പ്രതിപക്ഷ കൗൺസിലർമാർ വിട്ടുനിൽക്കും. EEC മാർക്കറ്റ് കീച്ചേരിപ്പടി ബൈപ്പാസ് റോഡിന്റെ ശോചനീയാവസ്ഥ. PWD എഞ്ചിനീയറുടെ ഓഫീസിൽ ജനകീയ പ്രക്ഷോഭവും ഉപരോധവും നടത്തി. ഉപരോധം സംഘടിപ്പിച്ചത് കാവുങ്കര വികസന സമിതിയുടെ നേതൃത്വത്തിൽ നടപടിയെടുക്കാമെന്ന് PWD എഞ്ചിനീയർ. ശ്രീമൂലം ക്ലബിലെ ഓണാഘോഷങ്ങൾക്ക് സമാപനം. വടംവലി മത്സരം സംഘടിപ്പിച്ചു. ഉദ്ഘാടനം ചെയ്ത് എക്സൈസ് ഇൻസ്പെക്ടർ ശ്രീജിത്ത്. IMA മൂവാറ്റുപുഴ ശാഖ അക്കാദമി ഓഫ് മെഡിക്കൽ സ്പെഷ്യാലിറ്റീസ് കേരള സംസ്ഥാനതല ചാപ്റ്റർ വാർഷിക സമ്മേളനം സംഘടിപ്പിച്ചു. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ കേരള സംസ്ഥാന ശാഖ പ്രസിഡന്റ് ഡോക്ടർ KA ശ്രീവിലാസൻ ഉദ്ഘാടനം ചെയ്തു. കായനാട് ഗ്രാമീണ വായനശാല ഓണോത്സവത്തിന് തുടക്കം. പ്രസിഡന്റ് PG ബിജു പതാക ഉയർത്തി. വാർത്തകൾ വിശദമായി. ഡംപിംഗ് യാർഡിൽ ഓണാഘോഷം നടത്താനുള്ള മൂവാറ്റുപുഴ നഗരസഭയുടെ തീരുമാനത്തിനെതിരെ പ്രതിഷേധം രേഖപ്പെടുത്തി പ്രതിപക്ഷം. പ്രതിപക്ഷ കൗൺസിലർമാർ ആഘോഷത്തിൽ നിന്ന് വിട്ടുനിൽക്കും. മാലിന്യം ശേഖരിച്ച് കൂട്ടിയിട്ടിരിക്കുന്ന ഡംപിംഗ് യാർഡിൽ ഓണാഘോഷം നടത്താനുള്ള മൂവാറ്റുപുഴ നഗരസഭയുടെ തീരുമാനത്തിനെതിരെ പ്രതിഷേധം രേഖപ്പെടുത്തി പ്രതിപക്ഷം. ഓർക്കാനൊരോണം എന്ന പേരിൽ സെപ്റ്റംബർ 3 വളക്കുഴി മാലിന്യ സംസ്കരണ സമുച്ചയത്തിലാണ് നഗരസഭ ഓണാഘോഷങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. മാലിന്യ സംസ്കരണ കേന്ദ്രത്തിൽ സംഘടിപ്പിക്കുന്ന ഓണാഘോഷങ്ങളിൽ പങ്കെടുക്കുന്നവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നും ഇത് അനുവദിക്കരുതെന്നും ആവശ്യപ്പെട്ട് നഗരസഭാ കൗൺസിലർ KG അനിൽകുമാർ തദ്ദേശ വകുപ്പ്, ആരോഗ്യവകുപ്പ് മന്ത്രിമാർക്കും കളക്ടർക്കും പരാതി നൽകിയിട്ടുണ്ട്. ഓണാഘോഷത്തിൽ പങ്കെടുക്കുന്ന കുടുംബശ്രീ പ്രവർത്തകർക്കും നഗരസഭാ ജീവനക്കാർക്കും കരാർ ജീവനക്കാർക്കും ഉൾപ്പെടെ ഗുരുതരമായ ആരോഗ്യ പ്രശ്നമാണ് ഇതുവഴി സംഭവിക്കാൻ പോകുന്നതെന്ന് കൗൺസിലർ KG അനിൽകുമാർ പറഞ്ഞു. ഈ കഴിഞ്ഞ കുറേ ദിവസമായി മൂവാറ്റുപുഴ UDFന്റെ ഭരണസമിതിക്കെതിരായിക്കൊണ്ട് വലിയ പ്രതികളുടെ ജാഥകളും സമരങ്ങളും എല്ലാം തന്നെ നമുക്ക് ഇവിടെ അരങ്ങേറാൻ കഴിയും. ഇപ്പോൾ പ്രധാനമായും നമ്മൾ ഫോക്കസ് ചെയ്ത ഒരു പർട്ടിക്കുലർ പോയിന്റാണ് ഈ ഡംപിംഗ് യാർഡിൽ നടക്കുന്ന പ്രവർത്തനം സംബന്ധിച്ച്, അതിൻ്റെ പോരായ്മ സംബന്ധിച്ച് നന്നായിട്ട് എടുക്കുക. നമ്മൾ കമ്പയർ ചെയ്ത് സംസാരിച്ച് ബ്രഹ്മപുരം ആയി നമ്മൾ കമ്പയർ ചെയ്ത് സംസാരിച്ചു. അവിടങ്ങളിൽ ക്രിക്കറ്റ് കളിക്കാൻ കഴിയുന്ന തരത്തിനകത്തുള്ള ഒരു യാർഡാക്കി ആ യാർഡ് മാറിയിട്ടുണ്ട്. ഇതെല്ലാം ഭരണസമിതിയെ ശരിക്കും ചൊടിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത് പബ്ലിക്കിനെ ആ പ്രദേശം നന്നായി കിടക്കുന്നുണ്ടെന്ന് പബ്ലിക്കിന് ബോധ്യപ്പെടുത്താനും കഴിയുന്ന തരത്തിനകത്തുള്ള ഒരു സ്പേസ് എന്ന രീതിക്കകത്താണ് ഈ ഡംപിംഗ് യാർഡ് ഓണാഘോഷത്തിന് വേണ്ടി നഗരസഭാ ഭരണാധികാരികൾ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. അത് തന്നെയല്ല, അവിടങ്ങളിൽ ഇപ്പോൾ നമുക്ക് ഈ ഓണാഘോഷം അവിടെ നടത്തുകയാണെങ്കിൽ വ്യാപകമായിട്ടുള്ള അസുഖങ്ങൾക്ക് ഈ ആഘോഷം വേദിയാകും എന്നുള്ള കാര്യത്തിനകത്ത് യാതൊരു തർക്കവുമില്ല. കാരണം നമ്മൾ അതിനകത്ത് ഒരു നെറ്റിട്ടിട്ടില്ല. ഒരു നെറ്റിട്ടുവെങ്കിൽ നമുക്ക് ഈ സാധനങ്ങളെല്ലാം എല്ലാ വീടുകളിലേക്കും കൊത്തി കൊണ്ടുപോകുന്നൊരവസ്ഥ നിലവിലുണ്ട്. കാരണം കാക്ക അതുപോലെ മറ്റ് മൃഗങ്ങളെല്ലാം തന്നെ ഈ സാധനം വലിച്ചു വാരി കൊണ്ടു നടക്കും. അവിടെ ഈച്ചയുടെ ശല്യം വ്യാപകമായിട്ടുണ്ട്. അപ്പം അവിടെ ഒരു ഊണ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ, സദ്യ ഒരുക്കുക എന്ന് പറഞ്ഞാൽ അത് പൊതുസമൂഹത്തോട് ചെയ്തിരിക്കുന്ന വെല്ലുവിളിയാണ്. അത് മാറ്റം വരുത്തണം. അത് ആ സ്പേസ് അവിടെ നിന്ന് മാറ്റി മറ്റൊരു സ്ഥലത്തേക്ക്. ഓണാഘോഷം നമ്മളിതിനല്ല, ഞങ്ങളെല്ലാം ഓണാഘോഷം പങ്കെടുക്കും. പക്ഷെ ആ സ്ഥലത്ത് നടത്തുന്ന ഓണാഘോഷത്തിനോട് ഞങ്ങൾക്ക് ഒരു വിയോജിപ്പാണ്. ആ വിയോജിപ്പ് ഞങ്ങൾ പബ്ലിക്കിനെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. കൺസെൻറ്റ് മന്ത്രിക്ക് അതുപോലെ തന്നെ ജില്ലാ കളക്ടർ ഉൾപ്പെടെ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ പരാതി സമർപ്പിച്ചിട്ടുണ്ട്. കേരള സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി സംസ്ഥാന സർക്കാർ തദ്ദേശ സ്വയംഭരണ വകുപ്പ് വഴി 10,86,00,000 രൂപ ഡംപിംഗ് യാർഡിൽ ബയോമൈനിംഗ് നടത്തുന്നതിന് അനുവദിച്ചതാണ്. എന്നാൽ ഫലപ്രദമായ രൂപത്തിൽ ബയോമൈനിംഗ് പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ ഇവിടെ നടത്താൻ UDF നേതൃത്വം നൽകുന്ന മൂവാറ്റുപുഴ നഗരസഭയ്ക്ക് കഴിഞ്ഞിട്ടില്ല. ഡംപിംഗ് യാർഡിൽ ബയോമൈനിംഗ് കൃത്യമായി നടക്കുന്നുണ്ടെന്നും ഇവിടെ മാലിന്യ കൂമ്പാരമില്ലെന്നും ബോധ്യപ്പെടുത്തുക എന്ന രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ് നഗരസഭാ ഭരണസമിതി മാലിന്യ സംസ്കരണ കേന്ദ്രത്തിൽ ഓണാഘോഷം നടത്താൻ തീരുമാനിച്ചതെന്നും ഇത് ഓണാഘോഷ ചടങ്ങുകളെ അവഹേളിക്കുന്നതിന് തുല്യമാണെന്നും CPIM മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സെക്രട്ടറി സജി ജോർജ് പറഞ്ഞു. ഡംപിംഗ് യാർഡിൽ പോയി നോക്കിയാൽ നമുക്കറിയാം, അവിടെ മാലിന്യ കൂമ്പാരമാണ്. സംസ്ഥാന സർക്കാർ 10,86,00,000 രൂപ അവിടുത്തെ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് അനുവദിച്ചതാണ്. കൃത്യമായി രൂപത്തിൽ അതിൻ്റെ മാലിന്യ സംസ്കരണം നടത്താത്തതിൻ്റെ ഭാഗമായി അവിടെ വേസ്റ്റ് കുമിഞ്ഞുകൂടി കിടക്കുന്ന സ്ഥിതിവിശേഷമാണുള്ളത്. അങ്ങനെ കിടക്കുന്ന ഒരു സ്ഥലത്ത് അപ്പോൾ അവിടെ പോയി നോക്കിയിട്ടുള്ള ആളുകൾക്കറിയാം, അവിടെ പട്ടികളും പൂച്ചകളും കാക്കകളും ഒക്കെ ഇങ്ങനെ ആ വേസ്റ്റുകൾ കിടന്ന് കൊത്തിവലിച്ചുകൊണ്ടിരിക്കുകയാണ്. വൃത്തിഹീനമായ ഒരു പ്രദേശമാണ് ഈ ഡംപിംഗ് യാർഡ്. അവിടെ വെച്ച് ഓണം പോലെയുള്ള കേരളത്തിൻ്റെ
കേരളത്തിലല്ല മലയാളികളുടെ ഓണാഘോഷ പരിപാടി സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് ഇത് ഈ മൂവാറ്റുപുഴയിലെ ജനങ്ങളോട് വെല്ലുവിളിയാണ്. മാലിന്യ സംസ്കരണം യഥാർത്ഥ രൂപത്തിൽ മൂവാറ്റുപുഴയ്ക്ക് നടപ്പാക്കാൻ മൂവാറ്റുപുഴ UDF നേതൃത്വം കൊടുക്കുന്ന നഗരസഭയ്ക്ക് കഴിഞ്ഞിട്ടില്ല. തികഞ്ഞ പരാജയമാണ്. നഗരത്തിൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളെല്ലാം മാലിന്യം കൂന്നു കൊടുക്കെടുക്കുകയാണ്. നോക്കൂ, നമ്മുടെ മൂവാറ്റുപുഴ നഗരത്തിലുള്ള ചില കെട്ടിടങ്ങളുണ്ട്, മുനിസിപ്പാലിറ്റിയുടെ കീഴിലുള്ള ചില കെട്ടിടങ്ങൾ. ആ കെട്ടിടങ്ങൾ നിങ്ങൾ പോയി നോക്കിയാൽ മാലിന്യങ്ങൾ ചാക്കി കെട്ടി വെച്ചിട്ടുണ്ട്. അത് കൃത്യമായി സംസ്കരിക്കാൻ കഴിയാത്ത രൂപത്തിൽ ഇരിക്കുകയാണ്. അപ്പോൾ പരാജയമാണ് മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് മൂവാറ്റുപുഴ നഗരസഭ. അത് മറച്ചു വയ്ക്കാൻ വേണ്ടിയാണ്, ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ ഈ പരിപാടി നടത്താൻ വേണ്ടി അവർ തീരുമാനിച്ചത്. ഇത് വെല്ലുവിളിയാണ്. ആരോഗ്യ വെല്ലുവിളികൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഓണാഘോഷത്തിൽ നിന്ന് വിട്ടുനിൽക്കാനാണ് നഗരസഭാ പ്രതിപക്ഷ കൗൺസിലർമാരുടെ തീരുമാനം. EC മാർക്കറ്റ് കീച്ചേരിപ്പടി ബൈപ്പാസ് റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കാവങ്കര വികസന സമിതിയുടെ നേതൃത്വത്തിൽ PWD എഞ്ചിനീയറുടെ ഓഫീസിൽ ജനകീയ പ്രക്ഷോഭവും ഉപരോധവും സംഘടിപ്പിച്ചു. ഉടനടി പരിഹാരമുണ്ടായില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് സമരസമിതി അംഗങ്ങൾ. മൂവാറ്റുപുഴ EC മാർക്കറ്റ് കീച്ചേരിപ്പടി ബൈപ്പാസ് റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുന്നതിനായി കാവങ്കര വികസന സമിതിയുടെ നേതൃത്വത്തിൽ PWD എഞ്ചിനീയറുടെ ഓഫീസിൽ ജനകീയ പ്രക്ഷോഭവും ഉപരോധവും സംഘടിപ്പിച്ചു. റോഡിൽ കുഴി രൂപപ്പെട്ടതിനെ തുടർന്ന് നിരവധി വാഹനങ്ങൾ അപകടത്തിൽപ്പെടുകയും യാത്രക്കാർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. തുടർന്നാണ് പ്രക്ഷോഭവുമായി എത്തിയതെന്ന് കോൺഗ്രസ് വാർഡ് പ്രസിഡന്റ് മാഹിൻ വെളിയത്തുകൂടി പറഞ്ഞു. അവിടെ റോഡിനോടനുബന്ധിച്ചുള്ള പണികളൊക്കെ നടത്തി, പക്ഷേ അത് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാൻ അതിന് തീരുമാനമായിട്ടായിരുന്നു. അതുപോലെ മരോട്ടിക്കൽ കാർവാഷിനോട് സമീപം ഒരു വലിയ കുഴി ഉണ്ടായിട്ടുണ്ട്. ഈ ഒരാഴ്ചയോട് അനുബന്ധിച്ച് നിരവധി പേർക്ക് ആക്സിഡന്റിൽ ഗുരുതരമായിട്ടുള്ള പരിക്കുകൾ പറ്റുകയും കാലൊടിയുകയും അതുപോലെ പെൺകുട്ടികൾക്കും അതുപോലുള്ള ആളുകൾക്ക് പരിക്ക് പറ്റിയ ആശുപത്രിയിലാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങളിവിടെ വന്ന് അവരെ കാര്യം ധരിപ്പിക്കുക, അവരുടെ പ്രതിഷേധം എല്ലാം നടത്തിയിട്ടുണ്ട്. ഇതിന് എത്രയും പെട്ടെന്ന് ഒരു ഉചിതമായ നടപടിക്രമങ്ങൾ അവർ എടുത്തില്ലെങ്കിൽ ഞങ്ങൾ ജനകീയ പ്രക്ഷോഭമായിട്ട് ഇങ്ങോട്ട് വരുമെന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. തിരക്കേറിയ പ്രദേശത്ത് റോഡിൽ കുഴി രൂപപ്പെടുകയും കൂടി ചെയ്തതോടെ യാത്രക്കാർ കൂടുതൽ ദുരിതത്തിലായിരിക്കുകയാണ്. വിഷയത്തിൽ പരിഹാരം കാണാതെ PWD അധികൃതരും നഗരസഭയും പരസ്പരം പഴിചാരുന്ന പ്രവണതയാണുള്ളതെന്ന് പൊതുപ്രവർത്തകൻ നസീർ അലിയാർ പറഞ്ഞു. എൻ്റെ ഒരു സുഹൃത്ത് കഴിഞ്ഞ ദിവസം ആ കുഴിയിൽ ചാടി കാലൊടിഞ്ഞ് വളരെ ഗുരുതരാവസ്ഥയിൽ ഓപ്പറേഷൻ കഴിഞ്ഞ് എറണാകുളം ഹോസ്പിറ്റലിൽ ചികിത്സയില്ല. അതുമാത്രമല്ല, ആ പ്രദേശത്ത് കാണുന്ന നമുക്കറിയാം, കഴിഞ്ഞ ദിവസം പോലീസ് ഉദ്യോഗസ്ഥർ വന്നിരുന്ന് ഒരു മരണം സംഭവിച്ചിരുന്നു. അത് സംബന്ധിച്ച് മാസ്റ്റർ രേഖപ്പെടുത്താനായിട്ട് ചെന്നപ്പോൾ ഞാനുണ്ടായിരുന്നു ഇവിടെ. നമ്മൾ മുനിസിപ്പൽ റോഡാണെന്ന് ചിലർ പറയുന്നു, ചിലർ പറയും PWD റോഡാണെന്ന് പറയുന്നു. ഇത് തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ചേട്ടൻ ബാവയും മറ്റേ ബാവയും കളിക്കുന്ന രീതിയിലുള്ള പ്രവണത ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും PWDക്ക് എൻ്റെ സർക്കാർ സംവിധാനത്തിന് ഒരു ഉത്തരവാദിത്വം ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ PWD എഞ്ചിനീയർ വന്ന് ഈ കാര്യം ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചത്. അദ്ദേഹം അത് മനസ്സിലാക്കിയിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഇനി അതല്ല എങ്കിൽ, താമസിക്കാനാണ് ഭാവമെങ്കിൽ, നേരത്തെ മാഹിൻ പറഞ്ഞതുപോലെ അതിശക്തമായ ജനകീയ പ്രക്ഷോഭമായിട്ട് ഞങ്ങൾ നാട്ടുകാർ, ഇവിടെ കക്ഷി രാഷ്ട്രീയ വ്യത്യാസങ്ങളൊന്നും തന്നെയില്ല, നാട്ടുകാർ ഞങ്ങൾ ഇറങ്ങേണ്ടി വരും. ഉപരോധത്തെ തുടർന്ന് ഉടനടി നടപടിയെടുക്കാമെന്ന് PWD എഞ്ചിനീയർ ഉറപ്പു നൽകി. പരിഹാരമുണ്ടായില്ലെങ്കിൽ ശക്തമായ സമര പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് സമരസമിതി അംഗങ്ങൾ പറഞ്ഞു. കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് ഫൈസൽ CP, പൊതുപ്രവർത്തകരായ സാഹിൽ മക്കാർ, ഷാജി തുണ്ടൻ, MK അബ്ദുൾ അസീസ്, സലാം എവറസ്റ്റ് എന്നിവരും ഉപരോധത്തിൽ പങ്കെടുത്തു. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. ശ്രീമൂലം ക്ലബ്ബിലെ ഓണാഘോഷങ്ങൾക്ക് സമാപനമായി. ഓണാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച വടംവലി മത്സരത്തിന്റെ ഉദ്ഘാടനം എക്സൈസ് ഇൻസ്പെക്ടർ ശ്രീജിത്ത് നിർവഹിച്ചു. ശ്രീമൂലം ക്ലബ്ബിലെ ഓണാഘോഷങ്ങൾക്ക് സമാപനമായി. ഓണാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച വടംവലി മത്സരത്തിന്റെ ഉദ്ഘാടനം എക്സൈസ് ഇൻസ്പെക്ടർ ശ്രീജിത്ത് നിർവഹിച്ചു. വലിയൊരു ആഘോഷവേളയാണ് നമുക്ക് വരവായത്. നമ്മുടെ ഓണത്തിന്റെ എല്ലാ ആരവങ്ങളും മുഴങ്ങി ഓണമിങ്ങെത്തി. നമുക്കറിയാം, ഇപ്പൊ നമ്മുടെ പൊതുസമൂഹം ഏറ്റവും കൂടുതൽ നേരിടുന്ന ഒരു വിപത്താണ് ലഹരി എന്ന് പറയുന്നത്. അപ്പം എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് വളരെ ആർജവത്തോടെ ലഹരിയെ തടുക്കാനായിട്ട് നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഓണക്കാലം നമുക്ക് ലഹരി വിമുക്തമായിട്ടുള്ള ഒരു ഓണമായിട്ടും ആഘോഷത്തോടെയും സന്തോഷപൂർവമായും നടത്താൻ സാധിക്കൂ. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണവും എല്ലാം പ്രതീക്ഷിച്ചുകൊണ്ട് ഈ ഒരു ചടങ്ങ് ഉദ്ഘാടനം ചെയ്തതായിട്ട് ഞാൻ അറിയിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. സംസ്ഥാന സർക്കാരിന്റെ ലഹരി വിരുദ്ധ ക്യാമ്പയിനായ നോ ടു ഡ്രഗ്സ് എന്നതിനൊപ്പം ചേർന്ന് സേ യെസ് ടു ടഗ് ഓഫ് വാർ എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച് വർദ്ധിച്ചുവരുന്ന ലഹരി ഉപഭോഗത്തെ ചെറുക്കുന്നതിന് അവബോധനം നൽകി
നാടിനൊപ്പം ചേർന്നാണ് ജീവിതമാണ് ലഹരി എന്ന മുദ്രാവാക്യവുമായി വടംവലി മത്സരം സംഘടിപ്പിച്ചത്. 10 ടീമുകൾ പങ്കെടുത്ത മത്സരത്തിൽ മേരിമാത ഗ്രൂപ്പ് സ്പോൺസർ ചെയ്ത ദ്രോണ പുളിഞ്ചുവിട് 1ാം സ്ഥാനവും ശ്രീമൂലം യൂണിയൻ ക്ലബ്ബ് സ്പോൺസർ ചെയ്ത വലൻസിയ കാഞ്ഞൂർ കാലടി 2ാം സ്ഥാനവും കരസ്ഥമാക്കി. മറുപുറത്ത് ഹൈസ ഫുഡ് പ്രോഡക്ട്സ് സ്പോൺസർ ചെയ്യുന്ന ബ്രദേഴ്സ് പിറവൻ ടീമുകൾ തമ്മിലുള്ള പോരാട്ടം. വിജയിച്ചാൽ നിലനിൽപ്പ്, പരാജയപ്പെട്ടാൽ ഈ പടക്കളത്തോടും വിട പറയും. എപ്പോൾ വിജയിച്ച് പോരാട്ടങ്ങൾക്ക് ടീമുകൾ തയ്യാറാവും. 2ാം സെറ്റിലും വിജയക്കുതിപ്പിനാക്കാൻ കൂട്ടുന്ന കളിക്കൂട്ടുകാരായി നീലപ്പടയാളികൾ. ആവേശകരമായ പോരാട്ടത്തിലേക്കെങ്കിൽ കൈകരുത്തും കലിയടങ്ങാത്ത കാട്ടുകൊമ്പന്റെ മെയ്കരുത്തുമായി ഈ പടക്കളമായി കീഴടക്കും. ഈ പടക്കളത്തിൽ അവസാന കൊട്ടേക്കലാസത്തിലൂടെ ചാമ്പ്യൻ പട്ടത്തിൽ മുത്തമിട്ട് കടന്നു പോകുമെന്ന് അറിയുവാൻ കായിക പ്രേമികൾക്ക് കൈയടിച്ചുകൊണ്ട് സ്വീകരിക്കേണ്ടുന്ന പോരാട്ടത്തിലേക്ക് വീണ്ടും. ക്ലബ്ബ് പ്രസിഡന്റ് ജോസ് വർഗി കാക്കനാട്ട് വിജയികൾക്കുള്ള സമ്മാനദാനം നിർവഹിച്ചു. ക്ലബ്ബ് ഭാരവാഹികളായ വൈസ് പ്രസിഡന്റ് ഒ പി ബേബി, സെക്രട്ടറി എ ജയറാം, ജോയിന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് ഒ വി അനീഷ്, ട്രഷറർ പി ബി കിഷോർ, വനിതാ ഫോറം പ്രസിഡന്റ് വിനീത ഗണേഷ്, കമ്മിറ്റി അംഗങ്ങൾ, വനിതാ ഫോറം ഭാരവാഹികൾ, ക്ലബ്ബ് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഓണാഘോഷത്തിന്റെ ഭാഗമായി വിവിധ കലാപരിപാടികളും ഒരുക്കിയിരുന്നു. IMA മൂവാറ്റുപുഴ ശാഖയുടെ ആഭിമുഖ്യത്തിൽ അക്കാദമി ഓഫ് മെഡിക്കൽ സ്പെഷ്യാലിറ്റീസ് കേരള സംസ്ഥാനതല ചാപ്റ്റർ വാർഷിക സമ്മേളനം സംഘടിപ്പിച്ചു. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ കേരള സംസ്ഥാന ശാഖാ പ്രസിഡന്റ് ഡോക്ടർ KN ശ്രീവിലാസൻ ഉദ്ഘാടനം ചെയ്തു. IMA മൂവാറ്റുപുഴ ശാഖയുടെ ആഭിമുഖ്യത്തിൽ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ ഭാഗമായ അക്കാദമി ഓഫ് മെഡിക്കൽ സ്പെഷ്യാലിറ്റീസ് കേരള സംസ്ഥാനതല ചാപ്റ്റർ വാർഷിക സമ്മേളനം സംഘടിപ്പിച്ചു. മൂവാറ്റുപുഴ YMCA ഹാളിൽ സംഘടിപ്പിച്ച സമ്മേളനം ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ കേരള സംസ്ഥാന ശാഖാ പ്രസിഡന്റ് ഡോക്ടർ KA ശ്രീവിലാസൻ ഉദ്ഘാടനം ചെയ്തു. ഇന്നത്തെ നമ്മളെ ഫേസ് ചെയ്യുന്ന 1-2 കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുകയാണ്. ഒന്ന്, ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്ഡ് ഡയറക്ടറാണ്. അതിനുവേണ്ടി ഈ വർഷം നവംബറിൽ ചാർജ് എടുത്തതിനു ശേഷം IMA ക്യാബിനറ്റിന്റെ നേതൃത്വത്തിൽ നമ്മുടെ പ്രധാനപ്പെട്ട ഇതിന് തീരുമാനമെടുക്കുന്ന MLA-മാരെയും മന്ത്രിമാരെയും രാഷ്ട്രീയ നേതാക്കന്മാരെയും പലതവണ പോയി കണ്ടുകാണുകയുണ്ടായി. കഴിഞ്ഞ ആഴ്ച തന്നെ വാസ്തവത്തിൽ നമ്മുടെ കഴിഞ്ഞ ആഴ്ചയുടെ ആരംഭത്തിൽ ചീഫ് മിനിസ്റ്റർ കാണുണ്ടായി. അതേദിവസം തന്നെ ആരോഗ്യമന്ത്രിയും കാണുണ്ടായി, അഡീഷണൽ ഹെൽത്ത് സെക്രട്ടറി കാണുണ്ടായി, ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ് കൗൺസിൽ സെക്രട്ടറി കാണുണ്ടായി, DME DSP എല്ലാവരെയും കാണുണ്ടായി. ഇവരെല്ലാവരുമായിട്ട് നമ്മൾ ഡിസ്കഷൻ നടത്തിക്കൊണ്ട് നമുക്ക് ഏറ്റവും IMAക്ക് അനുകൂലമായ രീതിയിലുള്ള ഒരു തീരുമാനത്തിലേക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം 27-ാം തീയതി ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ് കൗൺസിലിന്റെ നേതൃത്വത്തിൽ മീറ്റിംഗ് വിളിച്ചുകൊണ്ടുണ്ടായി. അതിൽ ഞാൻ പങ്കെടുത്തിരുന്നു. അതിൽ നമ്മൾ ആവശ്യപ്പെട്ടിരുന്ന മിക്ക പോയിന്റ്സും ഏകദേശം അംഗീകരിച്ചതിൽ കാണുന്നത്, നമ്മൾ പറഞ്ഞിരിക്കുന്ന ചെറുകിട ആശുപത്രികളെ 20 ബെഡിന് താഴെയുള്ള ആശുപത്രികളെ ഈ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് പരിധിയിൽ നിന്ന് ഒഴിവാക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട മന്ത്രി. അക്കാദമി ഓഫ് മെഡിക്കൽ സ്പെഷ്യാലിറ്റീസ് കേരള സംസ്ഥാന ചെയർമാൻ ഡോക്ടർ അജിത് ഭാസ്കർ അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ മുൻ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ജോസഫ് ബെനവൻ, സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ K ശശിധരൻ, നിയുക്ത സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ MN മേനോൻ, ജോയിന്റ് സെക്രട്ടറി ഡോക്ടർ അലക്സ് ഇട്ടിച്ചെറിയ, അക്കാദമി സെക്രട്ടറി ഡോക്ടർ K സന്ധ്യക്കുറുപ്പ്, IMA മൂവാറ്റുപുഴ പ്രസിഡന്റ് ഡോക്ടർ ഇബ്രഹാം മാത്യു, സെക്രട്ടറി ഡോക്ടർ നിഖിൽ ജോസഫ് മാർട്ടിൻ, ഓർഗനൈസിംഗ് ചെയർമാൻ ഡോക്ടർ അജി ബാലകൃഷ്ണൻ, ഓർഗനൈസിംഗ് സെക്രട്ടറി ഡോക്ടർ അതുൽ ഡി, ഓർഗനൈസിംഗ് കൺവീനർ ഡോക്ടർ വിനോദ് PK, ട്രഷറർ ഡോക്ടർ ജിത്തു ജേക്കബ് വർഗീസ്, സയന്റിഫിക് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ സജേഷ് അശോകൻ, കോ കൺവീനർ ഡോക്ടർ വിനോദ് S നായർ, ജോയിന്റ് സെക്രട്ടറി തമന്ന ഷേണായി എന്നിവർ പ്രസംഗിച്ചു. പ്രഗത്ഭ ഡോക്ടർമാർ വിവിധ സ്പെഷ്യാലിറ്റി വിഭാഗങ്ങളിലെ ആധുനിക പ്രവണതകൾ സംബന്ധിച്ച പ്രബന്ധങ്ങൾ സമ്മേളനത്തിൽ അവതരിപ്പിച്ചു. കൂടാതെ PG വിദ്യാർത്ഥികൾക്കായി പോസ്റ്റർ അവതരണവും ഉണ്ടായിരുന്നു. 600ഓളം ഡോക്ടർമാർ സമ്മേളനത്തിൽ പങ്കെടുത്തു. കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ. MCS ഹോസ്പിറ്റൽ, വി ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത്. കായനാട് ഗ്രാമീണ വായനശാലയുടെ ഓണോത്സവം തുടങ്ങി. പ്രസിഡന്റ് PG ബിജു പതാക ഉയർത്തി. സെക്രട്ടറി AP കൃഷ്ണൻകുട്ടി, ജോയിന്റ് സെക്രട്ടറി PB സുധീഷ്, CN ബിജു, PP അവരാജൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. സെപ്റ്റംബർ 2-ന് രാവിലെ 10-ന് ചിത്രരചന മത്സരങ്ങൾ, 3-ന് രാവിലെ 10-ന് കായിക മത്സരങ്ങൾ, 11-ന് കൗതുക മത്സരങ്ങൾ, കലാസാഹിത്യ മത്സരങ്ങൾ, സാംസ്കാരിക സമ്മേളനം തുടങ്ങിയവ നടത്തപ്പെടും. ഓണത്തെ വരവേൽക്കാൻ ഇത്തവണയും കോളാത്തുരുത്ത് ഗ്രാമം ആയിരക്കണക്കിന് ഓണത്തപ്പന്മാരെ ഒരുക്കിക്കഴിഞ്ഞു. മൂവാറ്റുപുഴ വാളകം പഞ്ചായത്തിലെ ബെദിനിപ്പടിയിലെ കോളാത്തുരുത്ത് എന്ന കൊച്ചു ഗ്രാമത്തിലാണ് ഓണത്തറയിൽ പ്രതിഷ്ഠിക്കാനുള്ള ഓണത്തപ്പന്മാരെ നിർമ്മിക്കുന്നത്. ചുവപ്പ്, സ്വർണ്ണ നിറങ്ങളിലെ ഓണത്തപ്പന്മാർ ഈ ഗ്രാമത്തിലെ മിക്ക വീടുകളിലും വിൽപ്പനയ്ക്കായി തയ്യാറാക്കിയിട്ടുണ്ട്. ഇതോടൊപ്പം ഓണത്തറയിൽ വയ്ക്കാനുള്ള ചിരവയും ഉരലും അരക്കല്ലും
മുത്തിയമ്മന്മാരും ഒക്കെ വിൽപ്പനയ്ക്കുണ്ട്. ഓണാഘോഷത്തിനായി മധ്യ കേരളത്തിലെ പല സ്ഥലങ്ങളിലേക്കും ഓണത്തപ്പന്മാരെ എത്തിക്കുന്നത് ഇവിടെ നിന്നാണ്. അച്ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം, 26 ഷോറൂമുകൾ. കോൾ 8590046916. സേവാഭാരതി വാളകം യൂണിറ്റും യോഗ വിദ്യ പ്രാണിക് ഹീലിംഗ് ഫൗണ്ടേഷനും സംയുക്തമായി ഓണക്കിറ്റ് വിതരണം സംഘടിപ്പിച്ചു. വാളകം പഞ്ചായത്ത് പ്രസിഡന്റ് KP എബ്രഹാം ഉദ്ഘാടനം ചെയ്തു. തെരഞ്ഞെടുക്കപ്പെട്ട 100 കുടുംബങ്ങൾക്കാണ് കിറ്റ് വിതരണം ചെയ്തത്. സേവാഭാരതി വാളകം യൂണിറ്റ് പ്രസിഡന്റ് രാജീവ് MS, സെക്രട്ടറി ഹരികൃഷ്ണൻ BR, രക്ഷാധികാരി സുഭാഷ് രാധേശ്യാം, സേവാഭാരതി എക്സിക്യൂട്ടീവ് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. കാർഷിക സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ പായപ്പടക്കവല കൃഷിക്കൂട്ടായ്മയുടെ സഹകരണത്തോടെ നടത്തിയ പുഷ്പകൃഷിയുടെ വിളവെടുപ്പ് നടത്തി. പേടിക്കപ്പള്ളി ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപത്തെ 50 സെന്റിൽ നടത്തിയ പുഷ്പകൃഷിയുടെ വിളവെടുപ്പ് ഉത്സവത്തിന്റെ ഉദ്ഘാടനം കൺസ്യൂമർ ഫെഡ് ചെയർമാൻ PM ഇസ്മായിൽ നിർവഹിച്ചു. ബാങ്ക് പ്രസിഡന്റ് R രാജീവ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ജെയ്കോ ജുവൽസ് തൊടുപുഴ, ഇടപ്പള്ളി, കോതമംഗലം, പോത്താനിക്കാട്. ജെയ്കോ ഗോൾഡ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിൽ ഡീലേഴ്സിന്റെ സഹോദര സ്ഥാപനം. ഓണം പ്രമാണിച്ച് നഗരത്തിലെ ട്രാഫിക് നിയന്ത്രണങ്ങൾ പുനഃക്രമീകരിക്കാൻ തീരുമാനിച്ചതായി മാത്യു കുഴൽനാടൻ MLA. ഓണത്തിന് മുൻപായി നഗര റോഡിലെ ടാറിംഗ് പൂർത്തിയാക്കി നഗരത്തിലെ വ്യാപാരികൾക്കും പൊതുസമൂഹത്തിനും ആശ്വാസകരമായ സാഹചര്യം ഒരുക്കാമെന്നായിരുന്നു പ്രതീക്ഷയെന്നും, എന്നാൽ കാലം തെറ്റിയ മഴയെ തുടർന്ന് ടാറിംഗ് പ്രവർത്തികൾക്ക് പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുകയാണ്. മഴ തുടരുന്ന സാഹചര്യമായതിനാൽ ചെറുകിട വാഹനങ്ങളുടെ ട്രാഫിക് പുനഃക്രമീകരിക്കാനും അതുവഴി നഗരത്തിലെ വ്യാപാരികൾക്കും പൊതുസമൂഹത്തിനും അല്പം ആശ്വാസമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണെന്നും MLA വ്യക്തമാക്കി. മഴ മാറി റോഡിലെ വെറ്റ് കണ്ടന്റ് മാറിയാൽ ടാറിംഗ് പ്രവർത്തനങ്ങൾ ഉടൻ പുനരാരംഭിക്കും. ആ സമയം ട്രാഫിക് വീണ്ടും ഇപ്പോഴത്തെ സാഹചര്യത്തിലേക്ക് മാറ്റുകയും ചെയ്യും. നഗരസഭ 15-ാം വാർഡിൽ നഗരസഭ നിർമ്മിച്ചിട്ടുള്ള കമ്മ്യൂണിറ്റി ഹാളിന്റെ ഉദ്ഘാടനം നടത്തി. വാശിക്കവലയിൽ നടന്ന ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ PP എൽദോസ് ഉദ്ഘാടനം നിർവഹിച്ചു. കേരള സർക്കാർ പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ രാജു നാരായണസ്വാമി IAS മുഖ്യാതിഥിയായി പങ്കെടുത്തു. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ സിനി ബിജു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. അപ്പോൾ ഈ ഓണം ഒമാനിയയ്ക്കൊപ്പം ഒമാനിയ മൊബൈൽസ്, AM റോഡ്, പെരുമ്പാവൂർ, PO ജംഗ്ഷൻ, മൂവാറ്റുപുഴ. പെരുമ്പലൂർ പെരിങ്ങഴ പഴയ പടിക്കൽ VD സത്യൻ 62 നിര്യാതനായി. സംസ്കാരം നടത്തി. പരേതൻ BJP ആരക്കുഴ പഞ്ചായത്ത് സമിതി മുൻ പ്രസിഡന്റായിരുന്നു. ഭാര്യ സുശീല. ന്യൂസ് 8 പൂർണ്ണമാകുന്നു. നമസ്കാരം.